നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ചെയ്യാം. മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുക, മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ട് നമ്മുടെ വലത് കാല് വലിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ കുത്തുക. മാക്സിമം വലിച്ചു കുത്തുക. കൈ നല്ല ഷോൾഡർ അകലത്തിൽ നിലത്തിങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കുക. ഇതിങ്ങനെ വലിച്ചു കുത്തുക. ഇങ്ങനെ കുത്തി ഒരു 10 വരെ എണ്ണം വരെ നിൽക്കുക. ഇളക്കുക. കാൽ രണ്ടും ഇങ്ങനെ മടക്കി കുത്തുക. അതിനുശേഷം വലത് കാലെടുത്ത് ഇടത് കാലിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചു. ഇത് കഴിഞ്ഞ് ഈ കൈ രണ്ടും ഈ ഗ്യാപ്പിക്കോട്, ഈ കാലിൻ്റെ ഗ്യാപ്പിക്കോടിട്ട് ഇങ്ങനെ കോർത്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ ദേഹത്തോട്ട് സാധിക്കുന്ന പോലെ ഒന്ന് പുഷ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് നല്ല വലിച്ചിലും ചെറിയ വേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ മാറി നമ്മുടെ ഈ പെയിന് ഗ്രാജുവലി ഒരു ആശ്വാസം വരും. ആക്കുക. മറ്റേ കാലം അതുപോലെ ചെയ്യുക. ഇങ്ങനെ വെച്ചു. എന്നിട്ട് വെല്ലുകൾ കൈ ഇങ്ങനെ ഈ ഗ്യാപ്പിക്കൊണ്ട് ഇങ്ങനെയിട്ട് കോർത്ത് പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ദേഹത്തോട്ടടുക്കും. കുറച്ച് സമയം ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് സാവധാനം റിലീസ് ചെയ്യണം. ഈ ഒരു എക്സസൈസ് പലതവണ റിപ്പീറ്റ് ചെയ്യുക. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നേരെ ഇങ്ങനെ നമ്മൾ കാലിനെ കാലിലേക്ക് വെച്ച് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിടുക. എന്നിട്ട് ഇങ്ങനെ പുറത്ത് നമ്മുടെ ബോഡിയിലേക്ക് അടുപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ നെർവിൻ്റെ ഭാഗത്ത് സർക്കുലേഷൻ കൂടി കുറച്ച് ആശ്വാസം കിട്ടണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറേ കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഹോൾഡ് ചെയ്യുക, സാവധാനം റിലീസ് ചെയ്യുക. ഇനി മറ്റേ കാല് ചെയ്യുക. ഇങ്ങനെ കാലിനെ കാല് കുത്തി വെക്കുന്ന പോലെ ഇടുക, കോർത്ത് പിടിക്കുക, ദേഹത്തോട്ട് അടുപ്പിക്കുക. സാധാരണ പോലെ ശ്വാസം എടുക്കുക, നോർമൽ ബ്രീത്തിങ്. എന്നിട്ട് സാധാരണ ഒരു 10 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്യാറ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്ന എക്സസൈസാണ്. ഓക്കെ.